പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. എന്താണ് അവിടുന്ന് പറയുന്നത്? സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസ വയൻസൗന ഖംസ. എൻ്റെ ഉമ്മത്തിൻ്റെ മേലിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. യുഹിബ്ബൂന ഖംസ വയൻസൗന ഖംസ. 5 കാര്യങ്ങളെ ആ ഉമ്മത്ത് വല്ലാതെ ഇഷ്ടം വെക്കുകയാണ്. എന്നാൽ വയൻസൗന ഖംസ, 5 കാര്യങ്ങളെ ആ ഉമ്മത്ത് മറന്നു പോവുകയാണ്. ഒന്നാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ. മനുഷ്യന് ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും, പക്ഷേ വയൻസൗനൽ ആഖിറ, പരലോകം മനുഷ്യൻ മറന്നു പോവുകയാണ്. രണ്ടാമതായി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹിബ്ബൂനൽ ഹയാത്ത വയൻസൗനൽ മമാത്ത്. മനുഷ്യൻ ജീവിതത്തെ വല്ലാതെ ഇഷ്ടം വെക്കുന്നു, മരണത്തെ മറന്നുപോകുന്നു. എന്നാൽ മുത്തുനബി തങ്ങൾ പറയുന്നു, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. മനുഷ്യന് സമ്പത്തിനോട് വല്ലാതെ ഇഷ്ടമായിരിക്കും. വയൻസൗനൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വിചാരണ, അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് അവനോട് വിചാരണ ചെയ്യപ്പെടുമെന്ന കാര്യം മനുഷ്യൻ മറന്നുപോകുന്നു. എന്നാൽ മുത്തുനബി തങ്ങൾ നാലാമതായി അവിടുന്ന് പറയുന്നു, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ. മനുഷ്യന് വലിയ വലിയ കൊട്ടാരങ്ങളോട്, മാളികകളോട് വല്ലാതെ ഇഷ്ടമായിരിക്കും, പക്ഷേ വയൻസൗനൽ ഖുബൂർ, തനിക്ക് കാലാകാലവും വസിക്കേണ്ട ലോകം, ഖബറാകുന്ന ലോകത്തെക്കുറിച്ച്, ആഖിറമാകുന്ന ലോകത്തെക്കുറിച്ച് മനുഷ്യന് ചിന്തയില്ലാതെ പോകുന്നു. എന്നാൽ അഞ്ചാമതായി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ്. മനുഷ്യന് സൃഷ്ടികളോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും, പക്ഷേ വയൻസൗനൽ ഖാലിഖ്, ഖാലിഖായ അല്ലാഹുവിനെ മനുഷ്യൻ മറന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ജീവിതത്തെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും മഹാന്മാരെ മനസ്സിൽ വെച്ചുകൊണ്ട്, അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു അവിടുത്തെ സഹായം, മദദ്, അവിടുത്തെ പൊരുത്തം നമുക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ്സിൻ്റെ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആയുസ്സിൻ്റെ കാലം എത്രേ? പരലോകത്ത് നാം ഓരോരുത്തരും വസിക്കേണ്ട കാലം എത്രേ? നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കണം, ആലോചിക്കണം. ഇന്ന് 60ഉം 70ഉം കഴിയുമ്പോഴേക്ക് നമ്മളൊക്കെ തളരുകയാണ്, ക്ഷീണിതരാവുകയാണ്. 80 കഴിഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കമാണ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ കാണുന്ന വളരെ നശ്വരമായ ദുനിയാവിനു വേണ്ടിയിട്ട് നെട്ടോട്ടമോടാൻ, ആഖിറം മറന്നുകൊണ്ട് കളിച്ചു രസിക്കാൻ, സുഖാഡംബരങ്ങളിൽ മുഴുകാൻ നാം സമയം കണ്ടെത്തുന്നു എന്നത് ജീവിതത്തിൻ്റെ വലിയ നഷ്ടങ്ങളാണ്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഖബറാകുന്ന ലോകത്തേക്ക് നമ്മുടെ ശരീരം അങ്ങ് കൊണ്ടുവെക്കുമ്പോൾ, ഹത്താ സുർത്തുമുൽ മഖാബിർ, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഖബറാകുന്ന ലോകത്തേക്ക് നമ്മുടെ ശരീരം അങ്ങ് കൊണ്ടുവെക്കുമ്പോഴേക്ക് നമ്മുടെ തിരക്കുകൾ മുഴുവനും അവസാനിച്ചു പോയി. സ്വന്തമായൊരു റൂമിലിരിക്കുമ്പോൾ നമ്മൾ എത്ര പ്രയാസപ്പെടുന്നു, മൊബൈലിൻ്റെ സഹായമില്ലാതെ.
ആധുനിക കാലഘട്ടങ്ങളിലുള്ള നെറ്റ് സൗകര്യങ്ങളില്ലാതെ നമുക്കവിടെ നിൽക്കൽ പ്രയാസമായി വരികയാണ്. ഒരു അരമണിക്കൂർ ഒറ്റക്കൊരു റൂമിൽ ഇരിക്കാൻ നമ്മൾ എത്ര പ്രയാസപ്പെടുന്നു. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നെറ്റ് സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എത്ര പ്രയാസമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഖബറാകുന്ന ലോകത്ത് ആരോരുമില്ലാതെ, കൂടെ കൂട്ടിനൊരാളുമില്ലാതെ ഒറ്റക്ക് കഴിഞ്ഞുകൂടേണ്ട നമ്മൾ, സഹായത്തിനൊരാളുമില്ല, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, ലൈറ്റിന്റെ സഹായമില്ല, ഫാനിന്റെ സഹായമില്ല. ഇങ്ങനെ എത്ര കാലം നമ്മൾ അവിടെ കഴിച്ചു കൂട്ടണം? തീർന്നില്ല. മഹ്ശറാരംഗം നാം ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആയുസ്സിന്റെ കാലവും മഹ്ശറാ ലോകത്ത് നാം വസിക്കേണ്ട കാലവുമായൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ഓരോ മനുഷ്യനും മഹ്ശറാ ലോകത്ത് കഴിയേണ്ട കാലത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിനപ്പുറത്ത് കിടക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാനുള്ള ശേഷി നമുക്കില്ലെങ്കിൽ, ഒരല്പസമയം പോലും ഫാനിടാതെ AC ഇടാതെ ഒരു റൂമിൽ കഴിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ നട്ടുച്ച സമയത്ത് ചൂടേറിയ ശക്തിയേറിയ വെയിൽ നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മഹ്ശറാ ലോകത്ത് നാം കഴിയേണ്ട കാലം 10 മിനിറ്റ് അല്ല, അതല്ലെങ്കിൽ അരമണിക്കൂറല്ല, ഒരു ചാണകല സൂര്യൻ ഉദിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ പലരും സൂര്യാഘാതമേറ്റുകയാണ്, പലർക്കും പൊള്ളലേൽക്കുകയാണ്, പലർക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും തളർച്ച ഏറ്റുകയാണ്, തലമിന്നലുകൾ വരികയാണ്, തലകറക്കം വരികയാണ്, തലവേദനകൾ വരികയാണ്, വല്ലാത്ത അസ്വസ്ഥതകൾ നേരിടുകയാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ. എന്നാൽ മഹ്ശറാ ലോകത്ത് ഒരു ചാണകലെ സൂര്യൻ ഉദിച്ചുകൊണ്ട് നാം കഴിയേണ്ട കാലം എത്രേ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, 5 മിനിറ്റും 10 മിനിറ്റും ഒരു മണിക്കൂറുമല്ല സുഹൃത്തുക്കളെ, അതല്ലെങ്കിൽ ഒരു ദിവസം അല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നമ്മുടെ ആയുസ്സിന്റെ വർഷത്തെക്കാളൊക്കെ എത്രയോ ഇരട്ടി കണക്കിന് കൊല്ലങ്ങൾ മഹ്ശറയിൽ കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഓരോ മനുഷ്യനും ഈ കാണുന്ന മഹ്ശറാ രംഗം, ഈ ഭീകരമാകുന്ന രംഗം, ഒരു ചാണകല സൂര്യൻ ഉദിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന രംഗം നേരിടേണ്ട കാലം സുബ്ഹാനല്ലാഹ് 50,000 വർഷമാണ്. 50,000 വർഷമതാ ഒരു ചാണകല സൂര്യൻ ഉദിച്ചുകൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നാം കഴിയേണ്ടതാ. ആ സമയത്ത് നമുക്ക് രക്ഷ വേണോ? മഹാന്മാരെ മുറുകെ പിടിച്ചോ, ഔലിയാക്കന്മാരെ മുറുകെ പിടിച്ചോ, ബദരീങ്ങളെ മുറുകെ പിടിച്ചോ. അല്ലാഹു രക്ഷ നൽകുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ തരുന്നതാ.